തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രം രജപുത്രയുടെ ബാനറിൽ രഞ്ജിത്താണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം തുടരും എന്ന ചിത്രത്തിലൂടെ. പ്രൊഡക്ഷൻ ഹൗസിനും അതുപോലെ തന്നെ തരുൺമൂർത്തിയും മോഹൻലാലിന്റെ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ചിത്രം. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും നമ്മൾ ജയിച്ചിട്ടോ മാര എന്നൊക്കെ പറയുന്ന രീതിയാണ് സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അതുപോലൊരു മൊമെൻ്റായിരുന്നു സിനിമ നമുക്ക് നൽകിയതും. ഒരു ഇമോഷണൽ ഡ്രാമ, തരുൺമൂർത്തി പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചിത്രം വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ ഗംഭീരമായ ചില അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ട്. എന്ന് പറഞ്ഞ് ഭ്രമരോ ദൃശ്യമോ പോലുള്ള സിനിമകളിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. ഭ്രമരം പോലുള്ള അഭിനയ പ്രകടനമൊന്നും പറയുന്നുമില്ല. പക്ഷേ ഈ ചിത്രത്തിന് എന്താണോ ആവശ്യം അതുപോലുള്ള മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു പ്രകടനം കാണാം. മോഹൻലാൽ തന്നെയാണ് ഇതിനകത്തെ മെയിൻ കഥാപാത്രമെങ്കിലും ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള മോഹൻലാലിന്റെ വ്യത്യസ്തമായ ചില ജോണർ ഷിഫ്റ്റുകൾ ഗംഭീരമായി നമ്മളെ അതിശയപ്പെടുത്തും. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒരു ഫീൽ ഗുഡ് ആയിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു ഫീൽ ഗുഡ് ഇന്റർവെല്ലോട്ട് എത്തുമ്പോഴേക്ക് ജോണർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിനേക്കാളും മുകളിൽ നിൽക്കുന്ന സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴും എനിക്ക് രണ്ടും നോർമലായിട്ടാണ് തോന്നിയത്. പടത്തിന്റെ ഒരു ഫ്ലോ ഗംഭീരമായിരുന്നു. തരുൺമൂർത്തിയുടെ മേക്കിംഗ്, ഓപ്പറേഷൻ ജാവ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബ പശ്ചാത്തലത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ നല്ല ഫീൽ ഗുഡായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്ലോട്ടും അന്തരീക്ഷവും മ്യൂസിക്കും ഒക്കെ ഗംഭീരമായിരുന്നു. നമ്മൾ ഹിറ്റായി കഴിഞ്ഞ പാട്ടുണ്ടല്ലോ, കൺമണി പൂവേ എന്ന പാട്ട്, അത് ആ ചിത്രത്തിൽ വരുന്ന പ്ലോട്ടിൽ തന്നെ ഒരു ഭംഗിയാണ്. ആ ചിത്രം, ആ ഒരു ഫീൽ ഗുഡ് പാട്ട് കേൾക്കാൻ തന്നെ ഒരു രസമാണ് തിയേറ്ററിലിരുന്ന്. ആ പാട്ടിൽ തന്നെ എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതാണ്. ഒരു നൈസ് പാട്ടായിരുന്നു. അവരുടെ കുടുംബം എങ്ങനെയാണെന്നും അവരുടെ ആ ക്യാരക്ടറുകൾ എങ്ങനെയാണെന്നും ആ പാട്ടിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അതൊരു സിനിമയായിട്ട് തന്നെ തോന്നി. അത് ഫസ്റ്റ് ഹാഫിൽ ഗംഭീരമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന, നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന സിനിമാ ഡയലോഗുകളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു രസം, അത് മോഹൻലാലിന്റെ സിനിമയുടെ ഡയലോഗ് പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. അത് ഗംഭീരമായിട്ടാണ്. പിന്നെ മോഹൻലാലിനെ തന്നെ സെൽഫ് ട്രോൾ ചെയ്യുന്ന കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ കയ്യടി നേടേണ്ടതും നല്ല ആർത്തുവിളി ആഘോഷിക്കേണ്ട സീനുകളായിരുന്നു. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ ജോൺ ഷിഫ്റ്റാണ് നമ്മളെ ശരിക്കും അതിശയപ്പെടുത്തിയത്, എന്നെ അതിശയപ്പെടുത്തിയത്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി എന്ന് പറയുന്ന മോഹൻലാൽ സിനിമ അടുത്തിറങ്ങിയത് ഈ തുടരും എന്ന ചിത്രമാണ്. എമ്പുരാൻ പോലും ഒരു ഭാഗത്തെത്തിയപ്പോൾ നമുക്ക് ലൂസിഫർ അല്ലേ മികച്ചത് എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഗംഭീര പടം തന്നെ. എന്നാലും തുടരും എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഈ ചിത്രം ഒരു മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കുന്നവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഈ ചിത്രം. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് മോഹൻലാൽ ശോഭന കോംബോയാണ്. എന്നാൽ അങ്ങനെ ഗംഭീര രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് അതിനകത്ത് സിറ്റുവേഷനുകളൊന്നും ഇല്ല കോംബോയെ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ദൃശ്യം എന്ന സിനിമയിൽ മീനയും മോഹൻലാലും എങ്ങനെ വന്നോ അതിൻ്റെ ഒരു വ്യത്യസ്തമായ ജോണറിലാണ് ഇതിനകത്തും കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്, അവർ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചേ ഉള്ളൂ, അല്ലെ വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടില്ല. ആവശ്യവുമില്ല അതിനകത്ത്, അങ്ങനെ കാണിക്കേണ്ട ആവശ്യവുമില്ല, അങ്ങനെ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് അങ്ങനെ ബോറടിപ്പിക്കാൻ കാണിക്കേണ്ട സീനുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കറക്റ്റ് ഓർഡറിൽ പറഞ്ഞു പോവുക. പിന്നെ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ജേക്സ് ബിജോയ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒരു രക്ഷയില്ല. ചിത്രത്തിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വേണ്ട സ്ഥലത്തൊക്കെ ഗംഭീര സാധനം. പിന്നെ മോഹൻലാലിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാം. സെക്കൻഡ് ഹാഫിൽ ഗംഭീര ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഈ മ്യൂസിക്കിന്റെ എലവേഷൻ നെക്സ്റ്റ് ലെവലിലേക്കാണ് പോയത്. അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ കണ്ട് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു പോകും. കുറെ സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ദൃശ്യമാണെന്നൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനത്തെ സർപ്രൈസ് ഒന്നുമല്ല. പക്ഷെ ഒരു കുടുംബത്തിൽ എന്തൊക്കെ ഇമോഷണൽ ഘടകങ്ങൾ കടന്നു വരുന്നോ അതൊക്കെ ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ അഭിനയ മുഹൂർത്തം മോഹൻലാൽ തന്നെയാണ് ഗംഭീര പ്രകടനം. പക്ഷേ ഈ ചിത്രത്തിൽ ഏറ്റവും പ്ലസ് ആയത് ഈ ഇതിലെ ക്യാരക്ടറുകളാണ്. നമ്മൾ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ചില മോഹങ്ങൾ ഈ ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം വ്യത്യസ്തമായ മോഹങ്ങളും അവരുടെ പ്രകടനങ്ങളും മോഹൻലാലിനൊപ്പം കണ്ടപ്പോൾ അതൊരു വ്യത്യസ്തത തന്നെ തോന്നി. സാധാരണ നമ്മൾ എന്നും മോഹൻലാൽ സിനിമ എടുക്കുമ്പോൾ ഒന്നേ സായികുമാർ, സിദ്ദിഖ്, അങ്ങനെയുള്ള സ്ഥിരം പരിചയമുള്ള മോഹങ്ങളായിരിക്കും. അവരൊക്കെ തന്നെയായിരിക്കും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, നമ്മൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത എന്നാൽ പരിചയമുള്ള മുഖങ്ങൾ ഗംഭീര റോളുകൾ അവതരിപ്പിച്ചപ്പോൾ, ഉദാഹരണത്തിന് ബിനു പപ്പു തന്നെ മോഹൻലാലിനൊപ്പം ഗംഭീര റോൾ അഭിനയിച്ചപ്പോൾ ഒരു വ്യത്യസ്തത തോന്നി. അതുപോലെ ഫറാൻ ഫാസിലും ഒക്കെ ഒരു വ്യത്യസ്ത റോളുകളായിരുന്നു. മോഹൻലാലിനൊപ്പം നിന്നപ്പം അതൊരു ഒരു പുതിയൊരു അനുഭവമായി. നമുക്ക് അതൊക്കെയാണല്ലോ വേണ്ടത്. എന്നും സ്ഥിരം ക്ലീഷ പോലത്തെ സാധനങ്ങൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. അപ്പോൾ ഒരു രസമുണ്ട്. ഈ ചിത്രം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹുക്ക് ചെയ്യുന്ന ചില സാധനങ്ങളാണ്. തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞ് നമ്മളെ അതിനകത്ത് സിനിമയിലോട്ട് അങ്ങ് പിടിച്ചിടുകയാണ്. പിന്നെ നമുക്ക്
ഇങ്ങനെ ആ ഫ്ലോയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മളെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ആ നാട്ടിൻപുറത്തിൻ്റെ ഭംഗി ഒക്കെ അടിപൊളിയായിട്ട്, കാടിൻ്റെ ഭംഗി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. തരുൺമൂർത്തി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തരുൺമൂർത്തിയുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേക്കിങ്ങിൽ ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തരുൺമൂർത്തിക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. റൈറ്റിംഗ് സ്റ്റൈലിലും ഒരു വ്യത്യസ്തത എനിക്ക് തോന്നി. ആ KR സുനിലും തരുൺമൂർത്തിയും കൂടെ എഴുതിയതല്ലേ. കഥയിലും പ്രത്യേകിച്ച് വ്യത്യസ്തത പറയാൻ ഇല്ലെങ്കിലും മോഹൻലാലിന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ ഒരു വ്യത്യസ്തതയായി. എന്നാലും നമ്മുടെ മഹാരാജയൊക്കെ അന്ന് നമ്മുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പുകഴ്ത്തിയായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഈ തുടരും എന്ന ചിത്രത്തിലെ സ്ക്രിപ്റ്റിങ്ങിനെയും പുകഴ്ത്താൻ കഴിയും. കാരണം വെച്ചാൽ ഒരു സ്റ്റൈലുണ്ട് ആ എഴുത്തിന്. ആ സിനിമയ്ക്കൊരു വ്യത്യസ്തമായൊരു ഫ്ലോ തന്നിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ മക്കളായി വരുന്ന രണ്ടുപേര്, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ രണ്ടുപേരും നമുക്കറിയാവുന്ന ആൾക്കാരാണ്. ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആണെങ്കിൽ മറ്റേ ആൾ നമുക്കറിയാം ആനന്ദ എന്ന ചിത്രത്തിലെ നായകൻ. രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത റോളുണ്ട്. എന്നാൽ വലിയ അഭിനയിച്ച് തകർക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല. ദൃശ്യത്തിൽ നമുക്കൊക്കെ ഗംഭീര റോൾ ഉണ്ടായിരുന്നല്ലോ, അതുപോലൊന്നുമില്ല. എന്നാലും ഇതൊരു വേറെ നമ്മൾ ഈ ദൃശ്യം പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി നമുക്ക് അതുപോലെ തോന്നും. കാരണം എന്ന് വെച്ചാൽ മോഹൻലാല്, മീന, അൻസിബ, എസ്തർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു നാല് പേരുള്ള കുടുംബം, അത് ഇതുപോലെ 4 പേരുള്ള കുടുംബം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ആ സിനിമയായിട്ട് എന്തോ ഇതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നും ആ ഒരു പശ്ചാത്തലം. പിന്നെ മോഹൻലാലിന്റെ ഈ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ സിനിമയിൽ, പാട്ടിൽ കാണിച്ച ഈ മമ്മൂട്ടിയുടെ കൂട്ടത്തിലും കമലഹാസന്റെ കൂട്ടത്തിലും ഒക്കെ പഴയകാല ഫോട്ടോകളൊക്കെ കാണിച്ചല്ലോ, അതിനൊക്കെ ഒരു കണക്ഷനുണ്ട്. അതൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. മോഹൻലാൽ ആരാണെന്നും എന്താണെന്നും അതിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. അതുമായി സെക്കൻഡ് ഹാഫിൽ കണക്ട് ചെയ്യുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ കുറേ ഇമോഷണൽ സീനുകളുണ്ട്. മോഹൻലാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി അങ്ങ് താഴോട്ട് പോകുന്ന സീനുകളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സാധാ മനുഷ്യൻ മോഹൻലാൽ എങ്ങനെ റിയാക്ട് ചെയ്യും, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഭ്രമരത്തിലേക്ക് മോഹൻലാൽ ആ ഒരു സ്റ്റൈലുള്ള മോഹൻലാലിന്റെ ഇമോഷണൽ സീനുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു വ്യത്യസ്ത മോഹൻലാലാണ്. എല്ലാ ഇമോഷണലും കടന്നു വരുന്നുണ്ട്. ചെളുപ്പിന് ചെളുപ്പുണ്ട്, ചിരിക്ക് ചിരിയുണ്ട്, കുറെ നുറുങ്ങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇമോഷണലി അങ്ങ് അറ്റം പോകുന്ന സാധനങ്ങളുണ്ട്. പിന്നെ വേറെ ചില മോഹൻലാൽ മാനറിസങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. എല്ലാം നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനം കണ്ട് തീരുമ്പോൾ അവസാനം മോഹൻലാൽ എന്ന് എഴുതി ടൈറ്റിൽ എഴുതി കാണിച്ച് സംവിധാനം തരുൺമൂർത്തി എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഇന്നിട്ടിങ്ങനെ നിന്നിട്ട് പറയും നമ്മൾ ജയിച്ചിട്ടോമാരാ. ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. മോഹൻലാൽ ആരാധകർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഫീല് വന്നേക്കാം. പിന്നെ എടുത്തു പറയേണ്ടത്, ഒരു നെഗറ്റീവായി തോന്നിയത് ഭയങ്കര സ്ലോ പേസ് ആണ്. അവരുടെ ഡയലോഗുകൾ ഒക്കെ പറയുന്നത് ഇച്ചിരി സ്ലോ ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടെ സ്പീഡപ്പ് ആയാലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്പീഡപ്പ് ആകേണ്ട കാര്യമില്ല എന്നെനിക്ക് പിന്നീട് തോന്നി. കാരണം എന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന കഥാപാത്രം ഒരു സാധാരണക്കാരനാണ്. അയാൾക്ക് ആ ഒരു ജാള്യതയും ആ ഒരു പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ആ ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്ലോ വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് അതിനകത്ത് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അയാളുടെ ക്യാരക്ടർ എന്താണ്, അയാളുടെ സ്വഭാവം എന്താണെന്നൊക്കെ ചിന്തിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു മൂഡിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് തന്നെയാണ്. സിനിമയിലോട്ട് ഇറങ്ങി ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതൊരു പോസിറ്റീവ് ആണെന്ന്. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടേ എനിക്ക് തോന്നിയുള്ളത്. പക്ഷേ അത് പോസിറ്റീവ് ആയിരുന്നു. അത് സിനിമ തീർന്നു കഴിയുമ്പോഴേ നമുക്കത് ഒരു ചിന്തിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, എല്ലാം പോസിറ്റീവായിരുന്നു. ഗംഭീരമായൊരു പ്രകടനം തന്നെയായിരുന്നു, ഗംഭീരമായൊരു സിനിമയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. അത് നെക്സ്റ്റ് ലെവലിലേക്ക് ജെക്സ് ബിജോയ് കൊണ്ടുപോയി. പാട്ടൊക്കെ കേൾക്കാൻ അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമായിരുന്നു. ഒരു ആദ്യത്തെ ഒരു ഫീൽ ഗുഡിൽ നിന്നും ജോണർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറിയപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ വ്യത്യസ്ത ചില ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഗംഭീരമായിരുന്നു. നമ്മൾ ട്രെയിലറിൽ കണ്ട സാധനങ്ങളൊക്കെ മിന്നായം പോലെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ രസമായിരുന്നു കാണാൻ. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു ഗംഭീര സിനിമ. ഇത് കുടുംബങ്ങൾ ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് കുടുംബങ്ങൾ മാത്രമല്ല, എല്ലാവരും കാണും. അതുപോലൊരു ഗംഭീര പ്ലോട്ടാണ് ഈ ചിത്രം. പിന്നെ ഇമോഷണൽ ഡ്രാമയാണ്. ഇമോഷണലിയാണ് നമ്മളെ കൊണ്ട് എത്തിച്ച് നിർത്തുന്നത്. അങ്ങനെ തന്നെയാണ് സിനിമ വേണ്ടത്. അതിന് കൂടുതൽ വ്യത്യസ്തതകളൊന്നും പറയേണ്ടതില്ല. അങ്ങനെ അത് നിൽക്കത്തുള്ളൂ. അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, അതൊക്കെ വായിക്കുക. അപ്പോൾ അതാണ് തുടരും എന്ന ചിത്രം.